നമസ്തേ, ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിൽ ഇനി ചോദിക്കാൻ പോകുന്ന സുഗമ ഹിന്ദി പരീക്ഷയ്ക്കും വാർഷിക പരീക്ഷയ്ക്കും ചോദിക്കാവുന്ന ചോദ്യപേപ്പറിൻ്റെ ഒരു മോഡലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും റിവിഷനാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എക്സാമിന് വരുന്നത് ബീർ ബഹൂട്ടി, ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ, ടൂട്ടാ पहिया, आया कलाम के बहाने, सबसे बड़ा शौमैन, अकाल और उसके बाद, ठाकुर का कुआं, बसंत मेरे गाँव, ദിശാഹീന ദിശ, ബച്ചെ കാം പർ ജാ രഹേ ഹെ, ഗുഡ്ലി തോ പരായി ഹെ. ഇത്രയും പാഠമാണ് വരുന്നത്. അപ്പോൾ ഓരോ പാഠത്തിൽ കൂടുതലായിട്ട് വരുന്ന ചോദ്യപേപ്പറാണ് ഞാനിവിടെ പരിചയപ്പെടുന്നത്. റിവിഷൻ ചാപ്റ്ററാണ്. ഇതൊക്കെ റിവിഷൻ ഓരോ പാഠത്തിൻ്റെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ സന്ദർഭം ഇത് തന്നെ പഠിച്ചിട്ട് ഇതിലുള്ള എല്ലാം കിട്ടണമെന്നില്ല, എന്നാലും കുറച്ച് ഇമ്പോർട്ടൻ്റുള്ളതൊക്കെ കിട്ടും. അപ്പോൾ 2024-25 സുഗമ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോസും നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുക. ഹിന്ദി ശിക്ഷ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ ഇന്നിവിടെ പറയുന്നത് ബീർ ബഹൂട്ടി എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. അതിലൊരു സന്ദർഭമാണ്. ഉനേം ബീർ ബഹൂട്ടിയാ സേ മിൽന ഹോത്താ താ, സോ വേ സ്കൂൾ കെ ലിയെ ഘർ സേ കുച്ച് സമയ പഹലെ നിക്കൽ ആത്തെ തെ. അപ്പോൾ ഈ കുട്ടികൾ ബേലയും സാഹിലും കൂടെ എന്ത് ചെയ്യുന്നു, എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് അവർ ബീർ ബഹൂട്ടിയെ അന്വേഷിക്കാറുണ്ട്. തോ വേ സ്കൂൾ കെ ലിയെ ഘർ സേ കുച്ച് സമയ പഹലെ നിക്കൽ ആത്തെ തെ. കുറച്ച് നേരത്തെയാണ് സ്കൂളിൽ പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കസ്ബേ സേ സട്ടേ ഇൻ ഖേത്തോ മേ ബീർ ബഹൂട്ടിയ ഖോജ കർത്തേ തെ. സാധാരണ ഇവർ ഐഡിയ വഴി കൂടെ പോയിട്ട് ആ വയലിലൊക്കെ അവിടെ അന്വേഷിക്കും. सूर्ख मुलायम गदगदी बीर बहूटियाँ, धरती पर चलती फिरती खून की प्यारी प्यारी बूंदे, उनके बस्से उनकी पीठ पर लदे होते थे, कंधों पर टंगे होते थे. वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सट कर बीर बहूटियाँ खोजते थे. അപ്പോൾ ആ രണ്ട് കുട്ടികളും തറയിൽ കുട്ടുകുത്തിയിരുന്ന് കൈയൊക്കെ തറയിൽ വെച്ച് ചെളിയത്ത് ഇങ്ങനെ അവരെന്തെയ്യുന്നു, ഈ ബീർ ബഹൂട്ടിയെ അന്വേഷിക്കുമായിരുന്നു. അപ്പോൾ അതാണ് സന്ദർഭം. ബേല और സാഹിൽ കഹാ ബീർ ബഹൂട്ടിയ ഖോജാ കർത്തേ തെ. രണ്ടുപേരും എവിടെയാണ് ബീർ ബഹൂട്ടി അന്വേഷിക്കുന്നത്? എവിടെയാണ്? ഘറാണോ സ്കൂളാണോ ഖേത്താ? ഏതാ വരുന്നത്? ഖേത്തുമേ. പ്യാരി ബൂന്ദേ അതിൽ വിശേഷണം, പ്യാരിയാണ് അതിൽ വിശേഷണമായിട്ട് വരുന്നത്. കോൺസാ വിശേഷണം ബീർ ബഹൂട്ടി കാ നഹി ഹെ? ഗദ്ബദി, ബൈങ്കനി, സൂർക്ക് അതിൽ വരാത്തതാണ് ബൈങ്കനി. ഉൻകെ സർവനാം ഓർ പ്രത്യേക അലഗ് കറക്കെ ലിഖെ. അപ്പോൾ ഏത് വരുമാണ്? ഉൻകെ. അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി നിങ്ങൾ യഹ് പ്ലസ് ക ഇസ്ക, വഹ് പ്ലസ് ക ഉസ്ക, എ ഇൻക, വേ ഉൻക. അപ്പോൾ ഇവിടെ നിന്ന് ഉൻകെയാണ്. അപ്പോൾ ഏതായിരിക്കും വരുന്നത്? വേ പ്ലസ് കെ. അടുത്തത് അഞ്ചാമത്തത്, ബേല और സാഹിൽ സ്കൂൾ കെ ലിയെ കുച്ച് സമയ പഹലെ നിക്കലാത്തേക്കും. രണ്ടുപേരും സ്കൂളിൽ കുറച്ച് ബെല്ലടിക്കാൻ സാധ്യതയുള്ള 9 മണിക്കാണെങ്കിൽ ഏതാണ്ട് 8:30 ആകുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, വീട്ടിൽ നിന്ന് പുറപ്പെടും. ഉചിത വാക്യാംശ ചുനെ വാക്യോക്കി പൂർത്തീകരെ. ഇവിടെ ഓരോ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അതിന് ഉചിതമായ സെൻറ്റൻസ് കണ്ടെത്തുക. സ്യാഹി കി ബോത്തൽ, ഇപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് അഫി അഫി ഖാലി ഹോഗെ. പേനയുടെ മഷിത ഇപ്പോൾ തീർന്നതാണ് അഫി അഫി. ബാദൽ കോ ദേക്കർ ഖടേ കോ നഹി ഡുലാനാ ചാഹിയെ. മേഘങ്ങൾ ഇരുണ്ട് വരുന്നത് കാണുമ്പോൾ നമ്മൾ മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. പെൻമേ 5 പൈസേമേ നീലി സ്യാഹി ഫരി ജാതി തി. പേനയിൽ 5 പൈസയ്ക്ക് മഷി നിറച്ച് തരും. ബേലാക്കോ രാജകീയ കന്യ പാഠശാലാമേ പഠായെങ്കിൽ. ബേലയുടെ പഠിപ്പിക്കും രാജകീയ കന്യ പാഠശാല. അടുത്ത് അവർ തമ്മിലുള്ള സംഭാഷണമാണ്. വേ ഏക് ദൂസരേക്ക് ബഹുത്ത് നസ്തിക് രഹ്കർ ബിൽക്കുൽ സട്ട്കർ ബീർ ബഹൂട്ടിയാ खोजते थे. इस प्रसंग पर बेला और साहिल के बीच का वार्तालाप. അവർ തമ്മിലുള്ള സംഭാഷണമാണ്. സംഭാഷണത്തിൻ്റെ ആൻസർ വായിക്കാം. സാഹില്, ഹായ് ബേല ഖേത്തിക്ക് ഓർ ചലേ. സാഹിൽ പറയാണ്, ഹായ് ബേല ഖേത്തിക്ക് ഓർ ചലേ, നമുക്ക് വയലോട്ട് പോയാലോ. നിങ്ങളിതൊക്കെ ഈ നോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിക്കുക കേട്ടോ. ബേല, ഹാ ശരു. അപ്പോൾ സാഹിൽ പറയാണ്, ദേക്കോ ബേല ഇസ്കാ രംഗ് തുമാരെ റിബൺ ജൈസ ലാൽ ഹേ. നോക്ക് ബേല, ഇതിൻ്റെ കളറ് നിൻ്റെ റിബൺ പോലെ ലാൽ ഹേ, ചുവപ്പാണ്. അപ്പോൾ ബേല പറയണം, ഹാ ഈ ചൽത്തി ഫിർത്തി കൂൺ കി പ്യാരി പ്യാരി ബൂന്തിയും ജൈസി ലഗ്തി ഹേ. ഇത് കണ്ടാൽ ഇങ്ങനെ ബ്ലഡ് തുള്ളിയായിട്ട് വീഴുന്നത് പോലെ അല്ലേ, അതുപോലത്തെയാണ് അതിൻ്റെ കളറ്. അപ്പോൾ സാഹിൽ പറയണം, ഏ ബീർ ബഹൂട്ടിയ മുലായം ഫീ ഹേ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ബേല പറയണം, ഹാ ഹാ. സാഹിൽ, തുമ്നെ കുച്ച് സുനാ ബേല. ആ സമയത്ത് വേണം ഇവർ പറഞ്ഞത്, അയ്യോ നീ എന്തെങ്കിലും കേട്ടോ. അപ്പോൾ ബേല പറയണം, ഹാ സുന പഹലി കണ്ടി ലഗ് ഗൈ ഹേ. ഫസ്റ്റ് ബെല്ല് അടിച്ചു. തോ ഹം ചലേ, അപ്പോൾ നമുക്ക് പോയാലോ. അപ്പോൾ സാഹിൽ പറയാണ്,
ലേക്കിൻ മുജെ പെൻ മേ സ്യാഹി പർവാനി ഹെ ദുക്കാൻ സെ. പക്ഷേ എനിക്ക് മഷി നിറയ്ക്കണം കടയിൽ നിന്ന്. അപ്പോൾ ബേല പറയണ ജൽദി ആവോ, പെട്ടെന്ന് വരിക. അപ്പോൾ ഇതാണ് അവർ തമ്മിലുള്ള സംഭാഷണം. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ജബ് ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പേരെ കൊടുത്തിട്ടുണ്ട്. ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സാകെ അസ്വസ്ഥമായി. മാർ സാബ് ചാഹെ മുझे പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. സാറിന് വേണമെങ്കിൽ അടിക്കാമായിരുന്നു, പക്ഷേ സാഹിലിൻ്റെ മുമ്പിൽ വേണ്ടായിരുന്നു. വഹ് സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മെഹസൂസ് കർ രഹി തി. അവൻ സാഹിലിൻ്റെ മുമ്പ് ആകെ നാണിച്ചിരിക്കുന്നു. അപ്പോൾ അവൾക്ക് സാഹിലിൻ്റെ മുമ്പ് വഴക്ക് പറഞ്ഞുകൊണ്ട് ഭയങ്കര വിഷമം തോന്നി. ക്യോങ്കി വഹ് ജാൻതി തി കി വഹ് സാഹിൽ കി നസർ മേ ബഹുത് അച്ചി ഹെ. അവൾക്ക് അറിയായിരുന്നു സാഹിലിൻ്റെ മുന്നിൽ അവൾ നല്ലതായിരുന്നു. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസേ നസർ നഹി മിൽ പായി. ഇത്തവണ സാഹിൽ അടുത്തിരുന്നപ്പോൾ ബേല കാണാത്ത പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസേ നസർ നഹി മിൽ പായി. ക്യോ, അടുത്തിരുന്നിട്ട് കാണാത്ത പോലെ ഇരിക്കാനുള്ള കാരണം എന്തുകൊണ്ടായിരുന്നത്? സാഹിലിൻ്റെ മുമ്പ് വെച്ച് സാറിന് വഴക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ വരുന്നത് ആൻസർ? ബേല സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മെഹസൂസ് കർ രഹി തി. ബേലയ്ക്ക് സാഹിലിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു നാണക്കേട് തോന്നി. ക്യോങ്കി വഹ് ജാൻതി തി കി സാഹിൽ കി നസർ മേ വഹ് ബഹുത് അച്ചി ഹെ. അവൾക്ക് അറിയായിരുന്നു സാഹിലിൻ്റെ മുമ്പിൽ അവൾ നല്ല കുട്ടിയായിരുന്നു. ഇസ്ലിയെ ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സേ നസർ നഹി മിൽ പായ. അതുകൊണ്ടാണ് സാഹിലിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ബേല നോക്കാതെ ഇരുന്നത്. അടുത്ത 8ാമത്തത്. ഇപ്പോൾ വായിച്ച അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഗണിത് മാൾസാബ് കെ ബുരെ വ്യവഹാർ പർ ബേല ഉദാസി. ഗണിത് മാൾസാബിൻ്റെ മോശമായ ആ പ്രവൃത്തിയിൽ ബേലയ്ക്ക് സങ്കടം തോന്നി. ഉസ്കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയ. വഹ് സാഹിൽ കെ സാമനെ ശർമിന്ദ മെഹസൂസ് കർ രഹി തി. ബേല കി ഉസ് ദിൻ കി ഡയറി. ബേല ആ ദിവസം എഴുതിയ ഡയറിയാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അതായത് സാറ് വഴക്ക് പറഞ്ഞതിനെക്കുറിച്ച് അവൾ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡയറി. ഡേറ്റ് കൊടുക്കുക, കോളം വരച്ചാണ് എഴുതേണ്ടത്. ആജ് കാ ദിൻ മേ കഭി നഹി ഭൂലുങ്ക. അപ്പോൾ ബേല പറയണ ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കിത്തന ബുരാ ദിൻ താ. എത്ര മോശപ്പെട്ട ദിവസമായിരുന്നു. ഗണിത് സാബ് ഗുസ്സേ സേ മേരെ ബാലോ മേ പഞ്ചാ ഫസായ. സാറെന്ത് ചെയ്തു? എന്നെ മുടി വലിച്ചു പിടിച്ചു, എന്നോട് ദേഷ്യപ്പെട്ടു. ജിസ് ഗൽത്തി കോ പാക്കർ വേ മേരെ ബാൽ പക്കടക്കർ ഫേങ്കിനെ വാലത്തെ. എന്ത് തെറ്റിലാണോ സാർ എന്നെ മുടി പിടിച്ച് വലിച്ചത്? വഹ് ഗൽത്തി ഹി നഹി തി. അത്ര തെറ്റല്ലായിരുന്നു. തോടി ദേർ കെ ബാദ് ഉനോനെ മുझे छोड़ दिया. കുറച്ചു നേരം കഴിഞ്ഞ് അദ്ദേഹം എന്നെ വെറുതെ വിട്ടു. മേരെ ഭയഭീത് ചെഹ്രെ കോ ദേക്കർ സാഹിൽ ബൂരി തരഹ ഡർ ഗയ. എൻ്റെ ഭയന്ന മുഖം കണ്ടപ്പോൾ സാഹിൽ പേടിച്ചുപോയി. മേരാ മൻ ബഹുത് ഖരാബ് ഹോ ഗയ. ഞാൻ ആകെ അസ്വസ്ഥനായി. മാർ സാബ് ചാഹെ മുझे പീഡ് ലേത്തെ. മാർ സാബിന് വേണമെങ്കിൽ എന്നെ അടിക്കാമായിരുന്നു. മഗർ സാഹിൽ കെ സാമനെ നഹി. പക്ഷേ സാഹിലിൻ്റെ മുമ്പ് വേണ്ടായിരുന്നു. മേ സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മെഹസൂസ് കർ രഹി തി. എനിക്ക് സ്വയം നാണക്കേട് തോന്നി, ഷെയിം തോന്നുന്നു. ശർമിന്ദാണ് ഷെയിം. ക്യോങ്കി സാഹിൽ കി നസർ മേ മേ ബഹുത് അച്ചി ഹോ. അതായത് സാഹിലിൻ്റെ മുമ്പിൽ ഞാൻ നല്ല കുട്ടിയായിരുന്നു. സാഹിൽ കെ പാസ് ആനെ പർ മേ ഉസ്സേ നസർ നഹി മിലാ പായ. അതുകൊണ്ട് സാഹിലിൻ്റെ അടുത്തിരുന്നിട്ട് ഞാൻ കാണാത്ത പോലെ ആയിരുന്നു. മേ കൽ കൈസേ സാഹിൽ സെ മിലു. ഞാൻ എങ്ങനെയാണ് ഇനി നാളെ സാഹിലിനെ കാണുക. അപ്പോൾ ഇതായിരുന്നു അവരുടെ വിഷമം നിറഞ്ഞ ആ ഒരു ഡയറി. അടുത്തത് 10ാമത്തെ പിരമിഡാണ്. പിരമിഡ് വരച്ചിട്ട് എഴുതുക. പിരമിഡ് 2 മാർക്ക് സ്കോർ ചെയ്യാൻ കിട്ടും. ദുക്കാൻ പർ പഹുഞ്ചെ. ദോനോ ദുക്കാൻ പർ പഹുഞ്ചെ. സ്യാഹി ഫർവാനെ ദോനോ ദുക്കാൻ പഹുഞ്ചെ. മഷി നിറയ്ക്കാൻ വേണ്ടി രണ്ടുപേരും ഇവിടെ എത്തി, കടയിൽ എത്തി. പെൻ മേ സ്യാഹി ഫർവാനെ ദോനോ ദുക്കാൻ പർ പഹുഞ്ചെ. പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി രണ്ടുപേരും ഇവിടെ എത്തി, കടയിൽ എത്തി. അടുത്ത 11 ഒരു പേരെ കൊടുത്തിട്ടുണ്ട്. 5വീं കക്ഷാ കാ റിസൾട്ട് ആ ഗയ. 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. ദോനോ ഛട്ടി കക്ഷാ മേ പഹുഞ്ചെ. രണ്ടുപേരും അടുത്ത 6ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇത് സ്കൂൾ 5വീं തക്ക് ഹി ത. ഈ സ്കൂള് 5ാം ക്ലാസ് വരെ ഉള്ളൂ. സാഹിൽ അബ് തും കഹാ പഠോങ്കി ബേലാനെ പൂച്ച. സാഹിൽ നീ എവിടെ പഠിക്കുന്നത്? ബേല ചോദിച്ചു. और तुम कहाँ पढ़ोगी बेला? साहिल ने पूछा. तो साहिल बेलोട് ചോദിച്ചു, ബേല സാഹിലിനോടും. मेरे पापा कह रहे थे कि मुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम. അപ്പോൾ പറയണേ എൻ്റെ അച്ഛനെ അവിടുത്തെ ഒരു ഗേൾസ് സ്കൂളിൽ അയക്കും. അപ്പോൾ നിന്നെയോ?
ബേലർ സാഹിൽ അലഗ് അലഗ് സ്കൂൾ മെയിൻ പഠനെ ജാ രഹേ ക്യോങ്കി എന്തെന്നാൽ എന്തായിരുന്നു സംഭവം? അവൻ പോകാനുള്ള കാരണം എന്താണ്? 11ാമത്തത് गाँव का स्कूल 5वीं तक ही था, मुझे अगले साल अजमेर भेज देंगे, यह किसने कहा? എന്നെ അടുത്ത വർഷം അജ്മീറിലാകുമെന്ന് പറഞ്ഞത് ആരാണ്? ആരാ പറഞ്ഞ? സാഹിൽ. ഉപയുക്ത പ്രസംഗം के आधार पर पटकഥ. ഇനി ഇത് വെച്ച് ഈ സന്ദർഭം വെച്ച് പട്കഥ എഴുതുക. അടുത്ത ഉചിത് പ്രത്യയം ചേർക്കാനാണ്. ബാരിഷ് ഡേഷ് ഹവാമേ ചൽത്തി തി, ബാരിഷ് കി ഹവാമേ ഹവ തേസ് ചൽത്തി തി, നല്ല ശക്തമായ കാറ്റ് വീശിയായിരുന്നു. ഗണിത കാ പീരീഡ്, അവിടെ കായാണ് വരുന്നത്. ഗണിത കാ പീരീഡ് ഖേൽ ഖണ്ഡി കെ ബാദ് ആതാ താ. ഉൻ ഡേഷ് ബസ്സേ ഉൻകെ ബസ്തേ ഉൻകി പീഠ് പർ ലദേ ഹോതേ തെ, അവരുടെ ബാഗ് അവരുടെ തോളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ബീർ ബഹൂട്ടിയിൽ കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ള മോഡൽ. അപ്പോൾ ഇത് ഓരോ ചാപ്റ്ററിൽ വരുന്ന റിവിഷനാണ്. ഇനി അടുത്തൊരു ചാപ്റ്ററിൻ്റെ റിവിഷനുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസും കൂടെ അറിയിക്കുക കേട്ടോ.